താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ കേസിൽ നിന്നും പിന്മാറാൻ രമേശ് പിഷാരടി. അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാൻ താൻ ഇല്ലെന്ന് കോടതിയിൽ അറിയിച്ചു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് താൻ രാജിവെച്ചതാണ്. ശ്വേത സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ല എന്നും പിഷാരടി എറണാകുളം മുൻസിഫ് കോടതിയിൽ നിലപാട് അറിയിച്ചു. കേസിൽ കക്ഷി ചേരണമെന്ന അൻസിബയുടെ ആവശ്യത്തിൽ തീരുമാനം ഉടനുണ്ടാകും. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, രാജിവെച്ചതാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന്. ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ തീരുമാനമൊന്നും ആകാതെ കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയാണ് സംഘടനയിൽ നമ്മൾ കാണുകയും ചെയ്തത്. അതിന് പിന്നാലെ ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള ഓഡിയോ ഒക്കെ ലീക്കായതും ഒക്കെ വലിയ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത് കോടതിയിൽ പിഷാരടി? താരസംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ തങ്ങൾ രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. പിന്നീട് സംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി താരസംഘടനയുടെ ജനറൽ ബോഡിയിൽ തന്നെ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൺവീനറായി രമേശ് പിഷാരടിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ശ്വേതാ മേനോൻ എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിക്കുകയും താൻ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തനിക്ക് തന്നെയാണ് ഇപ്പോഴും താരസംഘടനയുടെ പ്രസിഡന്റിന്റെ പദവി അല്ലെങ്കിൽ തന്റെ ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുക എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഹർജി സമർപ്പിക്കുന്നത്. അതിൽ കോടതി ശ്വേതാ മേനോന് അനുകൂലമായ ഒരു ഉത്തരവ് നൽകുകയും അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ താൻ ഇതിൽ തുടരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളോടക്കം രമേശ് പിഷാരടി താൻ രാജിവെക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ദിവസം കോടതി അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഈ കേസിൽ താൻ ഇനി കക്ഷി ചേരുന്നില്ല, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാൻ താനില്ല എന്നാണ് ഇപ്പോൾ എറണാകുളം മുൻസിഫ് കോടതിയിൽ രമേശ് പിഷാരടി അറിയിച്ചിരിക്കുന്നത്. താൻ നേരത്തെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോന്റെ ഹർജി നിലനിൽക്കില്ല എന്നാണ് രമേശ് പിഷാരടി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്മേലുള്ള വാദം കോടതിയിൽ തുടരും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അൻസിബ ഹസനും കേസിൽ കക്ഷി ചേരാൻ വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. ഇതിലും അല്പസമയത്തിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വാദത്തിൽ അൻസിബ ഹസന്റെ ഹർജി കൂടി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതേ കോടതിയിൽ അൻസിബ ഹസൻ നൽകിയ മറ്റൊരു ഹർജിയും ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. അതായത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും ഒപ്പം ഓൺലൈൻ യൂട്യൂബ് ചാനലായ ക്യാൻ മീഡിയയും ശ്രമിച്ചു എന്നൊരു പരാതി നൽകിയിരുന്നു. ഇതിൽ പരാതി പാലാരിവട്ടം പോലീസ് കേസെടുക്കുന്നില്ല, പാലാരിവട്ടം പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അൻസിബ ഹസൻ ഒരു പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലും അൻസിബ ഹസനോട് നേരിട്ട് ഹാജരാകി മൊഴി നൽകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാനമായി മുൻപും അൻസിബ ഹസൻ നൽകിയ പരാതികളിൽ അൻസിബ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകുകയും കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സമാനമായി ഇതിലും അൻസിബയോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകാൻ കോടതി തീരുമാനിക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം പാലാരിവട്ടം SHOയ്ക്കെതിരെ മറ്റൊരു ഹർജി കൂടി അൻസിബ ഹസൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലും വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ശരി, ഓക്കെ. എന്തായാലും സംഘടനയെ കോടതി കയറ്റാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ കേസിൽ നിന്ന് പിന്മാറാനാണ് രമേശ് പിഷാരടി കോടതിയെ അറിയിച്ചിരിക്കുന്നത്, നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.